നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയുടെ ലീഡ് ബാങ്കായി SBI ചുമതലയേറ്റു. തൊടുപുഴയിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ഓഫീസിൽ വെച്ച് RBI പ്രതിനിധി മുത്തുകുമാർ M ഉദ്ഘാടനം നിർവഹിച്ചു. സ്വകാര്യ വാഹന വ്യാപാര മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും സംഘടനയായ KL6 ഇടുക്കി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇടുക്കി RT ഓഫീസ് പടിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷകൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടുക്കി LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച കോതമംഗലത്ത് എത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലെ ബോട്ടിംഗ് സെന്ററുകൾ സജീവമാകുന്നു. ബോട്ടിംഗ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ചെങ്കുളം അടക്കമുള്ള സെന്ററുകളിൽ എത്തുന്നത്. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയുടെ ലീഡ് ബാങ്കായി SBI ചുമതലയേറ്റു. തൊടുപുഴയിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ഓഫീസിൽ വെച്ച് RBI പ്രതിനിധി മുത്തുകുമാർ M ഉദ്ഘാടനം നിർവഹിച്ചു. SBI റീജിയണൽ മാനേജർ സാബു MR അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയിലേക്ക് വീൽ ചെയറും സംഭാവന ചെയ്തു. അരുൺ അരിപ്പുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കി ജില്ലയുടെ ലീഡ് ഡിസ്ട്രിക്ട് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചുമതലയേറ്റു. തൊടുപുഴയിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. RBI പ്രതിനിധി മുത്തുകുമാർ M ഉദ്ഘാടനം ചെയ്തു. ചുമതല കൈമാറ്റവും നടത്തി. ഇടുക്കി ജില്ലയുടെ ഏറ്റവും കാര്യക്ഷമമായി എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏത് കാര്യമെടുത്താലും അപ്പം നമ്മളെ ആ ലീഡ് ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റി റിസർവ് ബാങ്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. മുന്നേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇത്രയും നാളത്തെ പ്രവർത്തനത്തിൻ്റെ മികവും നമുക്ക് അതിനുള്ള കാര്യപ്രാപ്തി ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവും കൊണ്ടാകാം നമ്മൾ ഇന്നിവിടെ ഈ ലീഡ് ബാങ്ക് പദവിയിലേക്ക് എത്തിച്ചേർന്നത്. തീർച്ചയായും ഈ ലീഡ് ബാങ്കിൻ്റെ ഈ റോള് നമ്മുടെ ടീം അംഗങ്ങൾ ഏറ്റവും വൃത്തിയായും ഏറ്റവും കാര്യക്ഷമമായും ചെയ്യുമെന്ന് എനിക്ക് വളരെയധികം ഉറപ്പുണ്ട്. അത് നമ്മൾ വീണ്ടും ഉറപ്പിച്ച് റിസർവ് ബാങ്ക് അധികാരികളോട് പറയുകയാണ്. ലീഡ് ബാങ്ക് റോള് ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ജില്ലയായിരിക്കും ഇടുക്കി ജില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ്. SBIയുടെ CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടുക്കി ഒരു മിടുക്കി പദ്ധതിയിലേക്ക് വീൽ ചെയർ സംഭാവന നൽകി. ആരോഗ്യ വകുപ്പിനു വേണ്ടി തൊടുപുഴ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി PN SBI റീജിയണൽ മാനേജർ സാബു MRൽ നിന്നും വീൽ ചെയർ ഏറ്റുവാങ്ങി. SBI റീജിയണൽ മാനേജർ സാബു MR അധ്യക്ഷത വഹിച്ചു. പുതിയതായി ചാർജ് എടുക്കുന്ന LDM ഗ്രീഷ്മ റിച്ചാർഡ് ആശംസ നേർന്നു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. മുൻ KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കുരാപ്പള്ളിയുടെ വേർപാടിന്റെ 6ാം വാർഷികം ആചരിച്ചു. ഓർമ്മകളിൽ നിന്നും നമ്മുടെ കൂരാൻ എന്ന പേരിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. KSU ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷത വഹിച്ച അനുസ്മരണ സമ്മേളനം മുൻ DCC പ്രസിഡന്റ് റോയി K പൗലോസ് ഉദ്ഘാടനം ചെയ്തു. മുൻ KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കുരാപ്പള്ളിയുടെ വേർപാടിന്റെ 6ാം വാർഷികം ആചരിച്ചു. ഓർമ്മകളിൽ നിന്ന് നമ്മുടെ കൂരാൻ എന്ന പേരിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും രാജീവ് ഭവനിൽ അനുസ്മരണ സമ്മേളനവും നടന്നു. അനുസ്മരണ സമ്മേളനം മുൻ DCC പ്രസിഡന്റ് റോയി K പൗലോസ് ഉദ്ഘാടനം ചെയ്തു. നന്നായി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സഹപ്രവർത്തകൻ, അത്തരമുള്ള ഒരു പ്രവർത്തകനെയാണ് വളരെ അപ്രതീക്ഷിതമായി നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നത്. ഒരിക്കലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കഴിഞ്ഞ വിസ്മരണ മീറ്റിംഗിൽ സൂചിപ്പിച്ചതുപോലെ പതിവില്ലാതെ രാവിലെ വിളിക്കുകയും ഈ ഓഫീസിൻ്റെ മുന്നിൽ നിന്നാണ് രാവിലെ 9:30 മുമ്പായിട്ട് എൻ്റെ വണ്ടിയിൽ നിന്ന് കയറുകയും ചെയ്യും. എന്ന് ചോദിച്ചു, ചേട്ടായി തന്നെ പരിപാടിയിലാണ്, എന്നും മരിച്ചോണ്ട് പോകാനുള്ള ചേട്ടൻ്റെ ചടങ്ങുകളുണ്ട്, ഉച്ചവരെ അങ്ങനെയാണ്, ഞാനും വരാം, ഇപ്പോൾ ഇവിടെ കണ്ടേക്കാൻ. അവിടെ നിന്ന് ഞങ്ങൾ 2-3 മരണ വീടുകളും അങ്ങനെയൊക്കെ കയറി അവസാനം ഒരു 12 മണി കഴിഞ്ഞിട്ട് TV വന്നു. അവിടെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടാകുന്നു. ഞാനവിടെ ഇറങ്ങി എൻ്റെ വണ്ടിയിൽ നിയാസിനും കൂടി ഓഫീസിൽ ഇറങ്ങി ഞാൻ വണ്ടിയും കൊണ്ടേക്കാം.
15-20 മിനിറ്റിനിടയിലാണ് ഒരു ഫോൺ കോൾ വരുന്നത്. ഞാൻ സ്കൂളിൽ നൽകുന്നു. അപ്പോൾ സത്യത്തിൽ അത്രയും സമയം അവിടെ എത്തിക്കാൻ പറ്റുന്ന സമയം എടുക്കുമെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ രാപ്പറിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്കൂട്ടറിൽ നിന്ന് നടന്നായിട്ടൊന്ന് പോയി നോക്കാൻ എന്താ സംഭവം. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണം വിതരണം ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ PJ അവിര, രാജു ഓടക്കൻ, ഇന്ദു സുധാകരൻ, NA ബെന്നി, ജാഫർ ഖാൻ മുഹമ്മദ്, MH സജീവ്, KSU മുൻ ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു K. ജോൺ, നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ്, ജില്ലാ സെക്രട്ടറി ബിബിൻ അഗസ്റ്റിൻ, KSU ജില്ലാ ഭാരവാഹികളായ നിഖിൽ ചോപ്ര, ആൽബർട്ട് കുന്നപ്പള്ളി, ജെയ്സൺ തോമസ്, സാനറ്റ് ഷാജി, ഗൗതം റജി, ആൻഡോ സർജിൻ, റോബിൻ ജോർജ്, നവീൻ സെബാസ്റ്റ്യൻ, റിസ്വാൻ പാലമൂടൻ, സിബി മാത്യു, നിയോജകമണ്ഡലം പ്രസിഡന്റുമാരായ അഷ്കർ ഷമീർ, ജോൺസൺ ജോയ് എന്നിവർ പ്രസംഗിച്ചു. റഹ്മാൻ ഷാജി, അൽതാഫ് സുധീർ, ബിനീഷ് ബെന്നി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വഴിത്തല. സ്വകാര്യ വാഹന വ്യാപാര മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും സംഘടനയായ KL6 ഇടുക്കി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇടുക്കി RT ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. RC ബുക്ക് ഔദാര്യമല്ല അവകാശമാണെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജില്ലയിലെ 300ഓളം വരുന്ന പ്രവർത്തകർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. 6 മാസക്കാലമായി കേരളത്തിൽ വാഹനങ്ങളുടെ RC ബുക്ക് പ്രിന്റ് ചെയ്ത് ലഭിക്കുന്നില്ല എന്നതിനാൽ വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളും വാഹന ഉടമകളും ടാക്സി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമെല്ലാം ഇതുമൂലം കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് KL6 ഇടുക്കി വാഹന വ്യാപാര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ പങ്കെടുത്ത സമര പരിപാടികൾ സംഘടനയുടെ മുതിർന്ന ഭാരവാഹിയും ജില്ലയിലെ പ്രധാന വാഹന വ്യാപാരിയുമായ ചാക്കോ അടിമാലി ഉദ്ഘാടനം ചെയ്തു. ഒരു വണ്ടിയുടെ പോലും RC ബുക്ക് പ്രിന്റ് ചെയ്ത് തരാൻ കഴിയാത്ത വാഹന വകുപ്പിനെതിരാണ് നമ്മൾ ഈ സമരം. ഇത് നമ്മുടെ അവകാശമാണ്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു വാഹനം വാങ്ങുന്നുണ്ട് എങ്കിൽ അവനത് വിറ്റ് പണം വാങ്ങാനുള്ള അവകാശവും അവനുണ്ട്. അത് വിൽക്കുമ്പോൾ അതിലെ പേര് മാറിക്കൊടുക്കാൻ, പേര് മാറുമ്പോൾ അതിൻ്റെ RC ബുക്ക് അടിച്ച് കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത ഈ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോടും അതിൻ്റെ മുകളിലിരിക്കുന്ന IASകാരും IPSകാരുമായ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ശമ്പളം പറ്റുന്നുണ്ട്. ഈ ശമ്പളം ഒന്നും ഇവർക്ക് ചുമ്മാ വഴി കിടന്ന് കിട്ടുന്നതല്ല. നമ്മൾ വ്യാപാരം ചെയ്യുന്ന നമ്മുടെ നികുതി പണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ശമ്പളം വാങ്ങുന്നത്. സമര പരിപാടികളിൽ കുമളി മേഖലാ പ്രസിഡന്റ് ബിനു അധ്യക്ഷത വഹിച്ചു. നെടുങ്കണ്ടം മേഖലയെ പ്രതിനിധീകരിച്ച് സജോ മനോജ്, തൊടുപുഴ മേഖലയിൽ നിന്നുള്ള റഫീഖ് ഉടുമ്പന്നൂർ, രാജാക്കാട് മേഖലയിൽ നിന്നും അബു രാജാക്കാട്, ഷിബു ചെമ്പരത്തി, നവാസ് MM എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. വാഗമൺ പുള്ളിക്കാനം വളവോട് ഭാഗങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചാണ് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഞായറാഴ്ച പ്രചരണത്തിൽ സജീവമായത്. പുലർച്ചെ ആരക്കുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിലെ ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷയിൽ പങ്കെടുത്തായിരുന്നു UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായത്. വാഗമൺ പുള്ളിക്കാനം വളവോട് ഭാഗങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചാണ് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഞായറാഴ്ച പ്രചാരണത്തിൽ സജീവമായത്. പുലർച്ചെ ആരക്കുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിലെ ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷയിൽ പങ്കെടുത്തായിരുന്നു UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായത്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകിയ ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്ക് ശേഷം വിശ്വാസികളോടൊപ്പം സമയം ചെലവഴിച്ചും ഈസ്റ്റർ ആശംസകൾ നേർന്നതിന് ശേഷമാണ് ഡീൻ വാഗമണിൽ എത്തിയത്. അവിടെ കടകൾ കയറിയിറങ്ങി വ്യാപാരികളോടും പൊതുജനങ്ങളോടും വോട്ട് അഭ്യർത്ഥിച്ചായിരുന്നു തുടക്കം. ഓട്ടോറിക്ഷ തൊഴിലാളികളോടും ഇതിനിടയിൽ നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു. തുടർന്ന് പുള്ളിക്കാനത്ത് മരണവീട് സന്ദർശിച്ചു. സമീപത്തുള്ള വീടുകളിൽ എത്തി വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് അനുഗ്രഹം തേടി. ഉച്ചയ്ക്ക് UDF നേതാക്കളും പ്രവർത്തകരുമായി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്തു. വളവോട് ജംഗ്ഷനിലും കടകൾ കയറി വോട്ട് അഭ്യർത്ഥിച്ചു. വൈകുന്നേരം സുഹൃത്തുക്കളെയും പരിചയക്കാരെയും ഫോണിൽ വിളിച്ച് പിന്തുണ ഉറപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പീരുമേട്. പ്രത്യാശയുടെ ഈസ്റ്റർ ആശംസിച്ച് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആരക്കുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷകൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആരക്കുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ
ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുനരുദ്ധാനത്തിലൂടെ മനുഷ്യരാശിക്ക് പ്രത്യാശയുടെ സന്ദേശമാണ് ക്രിസ്തു പകർന്നതെന്ന് പിതാവ് ആശംസിച്ചു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓർമ്മ ദിനമായ ഉയർപ്പ് തിരുനാളാണ്. അപ്പോസ്തലനായ പൗലോസ് ഉയർപ്പ് തിരുനാളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൊറിന്തോസുകാർക്ക് എഴുതിയിട്ടുള്ള ഒന്നാമത്തെ ലേഖനത്തിലെ 15-ാമത്തെ അധ്യായത്തിലെ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. 17 തുടങ്ങി 22 വരെയുള്ള വചനങ്ങൾ. കർത്താവ് ഉത്ഥാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായിനെ. സഭാപിതാവായ അംബ്രോസ് ഉത്ഥാന തിരുനാളിനെ വിളിക്കുന്നത് സഭയുടെ വിശ്വാസത്തിൻ്റെ ആഘോഷത്തിൻ്റെ മൂലക്കല്ലെന്നാണ്. കർത്താവിൻ്റെ ഉത്ഥാനം ക്രൈസ്തവരുടെ ഏറ്റവും ആദ്യത്തെ ആഘോഷ പെരുന്നാളാണ്. അത് ഏറ്റവും മൗലികവും അടിസ്ഥാനപരവുമായിട്ടുള്ള തിരുനാളാണ്. ബാക്കി എല്ലാ തിരുനാളുകളും പിന്നീട് ചേർക്കപ്പെട്ടവയാണ്. നമ്മൾ ഏറ്റവും സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ക്രിസ്മസ് പോലും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ക്രൈസ്തവർ ആദ്യമായിട്ട് ആഹ്ലാദത്തോടുകൂടെ ഒന്നിച്ചു കൂടിയത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ഓർമ്മ ഈ ലോകത്തോട് അറിയിക്കാനും ആഘോഷിക്കുവാനുമാണ്. ആർച്ച് പ്രീസ്റ്റ് ഫാദർ ജോൺ മുണ്ടയ്ക്കൽ, രൂപത ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ, ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഫാദർ മാത്യു തുരുത്തിപ്പള്ളി എന്നിവർ സഹകാർമ്മികരായി ഇടവക വൈദികരായ ഫാദർ ജോസഫ് കണ്ണാത്തുകുഴി, ഫാദർ മാർട്ടിൻ പട്ടരുമടത്തിൽ, ഫാദർ ജോസഫ് പറക്കുന്നിൽ, ഫാദർ റെജി ചെമ്പോത്തിങ്കര, ഫാദർ മാത്യു കുന്നപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. ഇടുക്കി LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച കോതമംഗലത്ത് എത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 3 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കോതമംഗലം നഗരത്തിൽ ബസ് സ്റ്റാൻഡിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വേദിയിൽ ആയിരങ്ങളെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യും. ഇടുക്കി LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച കോതമംഗലത്തെത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 3 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കോതമംഗലം നഗരത്തിൽ ബസ് സ്റ്റാൻഡിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വേദിയിൽ ആയിരങ്ങളെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യും. കോതമംഗലം അസംബ്ലി മണ്ഡലത്തിലെ 8 പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും ബഹുജനങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കും. ഈ പൊതുസമ്മേളനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും പൗരപ്രമുഖരും പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നതോടുകൂടി ഇടതുപക്ഷ മുന്നണിയുടെ പ്രചരണ മണ്ഡലം ഇളക്കിമറിക്കും. ഏപ്രിൽ 9 കോതമംഗലം അസംബ്ലി മണ്ഡലത്തിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പര്യടനം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മാമലക്കണ്ടത്ത് രാവിലെ 7 മണിക്ക് തുടക്കം കുറിക്കും. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനം 19 രാവിലെ 7 മണിക്ക് കവളങ്ങാട്ട് പഞ്ചായത്തിലെ അള്ളുങ്കലിൽ നിന്ന് ആരംഭിക്കും. മൂന്നാം ഘട്ടം ഏപ്രിൽ 22 നെല്ലിക്കുഴി പഞ്ചായത്തിലെ തൃക്കാരിയിൽ നിന്ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച് മുനിസിപ്പാലിറ്റിയിലെ സ്വീകരണത്തിന് ശേഷം ഉച്ച കഴിഞ്ഞ് മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ വിജയത്തിനായി ഇടതുപക്ഷ മുന്നണി നേതാക്കളും പ്രവർത്തകരും സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളതായും LDF നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ 3-ാം തീയതി എത്തിച്ചേരുന്നത് കോതമംഗലത്തെ ടൗൺ UP സ്കൂളിനോട് ചേർന്നുള്ള സ്ഥലത്താണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന നിലയിൽ, പങ്കെടുക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രത്യേക പന്തലും സംവിധാനങ്ങളുമെല്ലാം അതിന്റെ ഭാഗമായി അവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രകടനമായി ആളുകൾ വരണം എന്ന് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. വരുന്ന ആളുകൾ നേരിട്ട് പന്തലിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ചൂടും മറ്റു കാര്യങ്ങളും ഒക്കെ എല്ലാം പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് പ്രകടനം ഒഴിവാക്കണം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ആയിരക്കണക്കായിട്ടുള്ള ആളുകൾ കോതമംഗലം അസംബ്ലി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും അവിടെ പ്രത്യേകം സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ജനവിഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിക്കുന്നത്. പത്രസമ്മേളനത്തിൽ LDF നേതാക്കളായ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R അനിൽകുമാർ, ഏരിയ സെക്രട്ടറി KA ജോയ്, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് AA അൻഷാദ്, CPI താലൂക്ക് സെക്രട്ടറി PT ബെന്നി, കേരള കോൺഗ്രസ് M ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ, ജനതാദൾ S ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി, സാജൻ അമ്പാട്ട്, ബേബി പൗലോസ്, ഷാജി പിച്ചക്കര, ആന്റണി പുല്ലൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റെ പ്രചരണാർത്ഥം അടിമാലിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു.
നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. 100% വിജയപ്രതീക്ഷയുമായിട്ടാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നും പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ ഇടത് വലത് മുന്നണികൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും NDA സ്ഥാനാർത്ഥി പറഞ്ഞു. ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ സംഘടിപ്പിച്ചത്. അടിമാലി അമ്പലപ്പടിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. 100% വിജയപ്രതീക്ഷയുമായിട്ടാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നും പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ ഇടത് വലത് മുന്നണികൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും NDA സ്ഥാനാർത്ഥി പറഞ്ഞു. കഴിഞ്ഞ ഒരു 5-6 ദിവസമായിട്ട് എല്ലാ മണ്ഡലങ്ങളിലുമായിട്ട് പര്യടനം നടത്തി പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികളെയൊക്കെ കണ്ടു, സഭാ നേതാക്കന്മാരെ കണ്ടു, സാമുദായിക സംഘടനാ നേതൃത്വത്തെയൊക്കെ കണ്ടു, പ്രമുഖ കീ വോട്ടേഴ്സിനെ എല്ലാവരെയും കണ്ടു. നല്ല രീതിയിലുള്ള റെസ്പോൺസ് തന്നെയാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 100% വിജയ പ്രതീക്ഷയുമായിട്ടാണ് ഇപ്പോൾ ഞാൻ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത്. എല്ലാവരും പറയുന്നു 400+ എന്നാണ് മോദി, അതിൽ 401ാമത്തെ സീറ്റ് ഇടുക്കി ആവട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അത് തീർച്ചയായിട്ടും സംഭവിക്കും. കാരണം എന്നറിയാലോ, ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഇടുക്കിയുടെ മണ്ണിലേക്ക് കൊണ്ടെത്തണമെങ്കിൽ ഒരു പ്രതിനിധി ഇവിടെ ആവശ്യമാണ്. പിന്നെ ഇടുക്കിയുടെ പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ്. വന്യജീവി മൃഗങ്ങളുടെ ആക്രമണത്താൽ ഇന്ന് ഏറെ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ഈ പര്യടന സമയത്തൊക്കെ എന്നോട് ഷെയർ ചെയ്തുള്ള വാക്കുകൾ അതാണ്. അവരൊക്കെ ആശങ്കയിലാണ്. ഇതിന് തക്കതായ ഒരു പരിഹാരം കാണാനായിട്ട് മാറി മാറി ഭരിച്ച ഇടതും വലതിനും ഒന്നും ഇവിടെ സാധിച്ചിട്ടില്ല. അതിനൊരു പരിഹാര മാർഗം ഉണ്ടാവണം. ഭൂപ്രശ്നങ്ങൾ ഒട്ടനവധിയാണ്, പട്ടയ പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ്. അവർക്കെല്ലാം ഇപ്പോൾ ഇലക്ഷൻ കാലമായപ്പോൾ കുറേ പട്ടയ വിതരണ ക്യാമ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാ ഇലക്ഷൻ്റെ മുന്നിലും ഇത് തന്നെയാണ്, പട്ടയ വിതരണ ക്യാമ്പ് ഉണ്ടായിരിക്കും. പക്ഷേ ഒന്നും നടപ്പിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി ബിൽ എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടുത്തെ ഇന്ത്യൻ ഒരു പൗരനെയും ഇവിടുന്ന് അകറ്റിയെടുക്കാനോ അല്ലെങ്കിൽ അകറ്റി ഓടിക്കാനോ ഉള്ളതല്ല. മറിച്ച് ഇവിടെ അഭയം തേടി വരുന്നവരെ, അതും 2014 മുന്നേ ഉള്ള ഇവിടെ സ്ഥിരതാമസക്കാരായ ആളുകൾക്ക് മാത്രം അഭയം തേടി വന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പൗരത്വമാണ്. അതൊരിക്കലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഭീഷണിയല്ല. പക്ഷേ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതെല്ലാം ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. BJPയുടെയും BDJSന്റെയും നേതാക്കൾ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. റോഡ് ഷോയ്ക്ക് മുന്നോടിയായി അടിമാലിയിലെ വിവിധ മേഖലകളിലെത്തി സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലെ ബോട്ടിംഗ് സെന്ററുകൾ സജീവമാകുന്നു. ബോട്ടിംഗ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ചെങ്കുളമേട് അടക്കമുള്ള സെന്ററുകളിൽ എത്തുന്നത്. വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ജില്ലയിലേക്ക് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന മാസങ്ങളാണ് ഏപ്രിൽ-മെയ് മാസങ്ങൾ. വിദ്യാലയങ്ങൾ അടച്ച് മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവും വർദ്ധിച്ചു. ഇതോടെ ബോട്ടിംഗ് സെന്ററുകൾ കൂടുതൽ സജീവമായി. ബോട്ടിംഗ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ചെങ്കുളം അടക്കമുള്ള സെന്ററുകളിൽ എത്തുന്നത്. போட்டிங் எக்ஸ்பீரியன்ஸ் இங்கே ரொம்ப சூப்பராக இருந்துச்சு. அண்ட் இந்த ஸ்பீட் போட் நாங்கள் ட்ரை பண்ணோம். இட் வாஸ் ஸோ ஆசம். அண்ட் லொக்கேஷன் செம்மையாக இருக்குது. ஸோ இதான் ஃபர்ஸ்ட் டைம் நான் ஸ்பீட் போட் ட்ரை பண்ணுறது. சூப்பராக இருந்துச்சு. அண்ட் டிரைவிங் ரொம்ப நல்லா பண்ணுறாங்க. ரொம்ப லைக் ஸ்போர்ட்டிவாக இருக்குது. ரொம்ப த்ரில்லிங்காக இருந்துச்சு. Boating experience was really good. I mean, we were looking for adventure in a very silent place. But yeah, we didn't expect that it would be this enjoyable. Yeah. It was the first time experience and it was a great experience. Yep. We didn't see this anywhere else. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് ശേഷം ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരുന്നു. പോയ ക്രിസ്തുമസ് പുതുവത്സരാഘോഷ നാളുകളിലും പ്രതീക്ഷിച്ച രീതിയിലുള്ള സഞ്ചാരികൾ ഹൈറേഞ്ചിലേക്ക് എത്തിയില്ല. ഇത് ഈ മേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നവർക്ക് തിരിച്ചടിയായിരുന്നു. മൂന്നാറിലേക്ക് എത്തുന്ന വലിയൊരു വിഭാഗം സഞ്ചാരികളും ബോട്ടിംഗ് സെന്ററുകളിൽ എത്തിയ ശേഷമേ മടങ്ങാറുള്ളൂ. വരും ദിവസങ്ങളിൽ ബോട്ടിംഗ് സെന്ററുകളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ചെങ്കുളം ഡാമിലെ ബോട്ടിങ്ങിന് ഞങ്ങൾ ഇന്ന് വന്നത്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളൊരു 3 ഫാമിലി ഉണ്ട്. വളരെ നന്നായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറി, പിന്നെ അതേപോലെ തന്നെ ഒരു ഫാമിലി ബോട്ടിലും കയറിയിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഇവിടുത്തെ ഒരു ഭംഗിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.
ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓതേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യ സംഗമവും രാമായണ കാവ്യത്തിലൂടെ എന്ന വിഷയത്തിൽ സാഹിത്യ സംഗമവും സംഘടിപ്പിച്ചു. തൊടുപുഴ സോക്കർ സ്കൂൾ ഡയറക്ടർ PA സലീംകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് രാജൻ തെക്കുംഭാഗം അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓതേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യ സംഗമവും രാമായണ കാവ്യത്തിലൂടെ എന്ന വിഷയത്തിൽ സാഹിത്യ സംഗമവും സംഘടിപ്പിച്ചു. തൊടുപുഴ സോക്കർ സ്കൂൾ ഡയറക്ടർ PA സലീംകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് രാജൻ തെക്കുംഭാഗം അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കവി VK സുധാകരൻ വിഷയാവതരണം നടത്തി. ജില്ലാ സെക്രട്ടറി സജിത ഭാസ്കർ, ട്രഷറർ രമ P നായർ, SG ഗോപിനാഥ്, ജോയിന്റ് സെക്രട്ടറി ജോർജ് മുഞ്ഞനാടൻ എന്നിവർ സംസാരിച്ചു. കവികളായ അജിത സത്യൻ, PC റോഷ്നി, സൂര്യഗായത്രി, കൗസല്യ കൃഷ്ണൻ, കാർത്തിയായനി കൃഷ്ണൻകുട്ടി, ഫാസിൽ അതിരമ്പുഴ തുടങ്ങിയവർ സ്വന്തം രചനകളുടെ അവതരണം നടത്തി. കരയുന്ന മർത്യന്റെ മുന്നിലായി സഹതാപവർഷം പൊഴിച്ചിടുന്നു. കാണാതെ മാറി നിന്നൂറിച്ചിരിച്ചിടും കശ്മല കൂട്ടങ്ങളേറെയുണ്ട്. കശ്മല കൂട്ടങ്ങളേറെയുണ്ട്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ഈസ്റ്റർ ദിനത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ആരക്കുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് പങ്കുചേർന്നു. മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടനും പങ്കെടുത്തു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. നിന്റെ സമാധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ആശീർവദിക്കുകയും അതിൽ സമാധാനം നിലനിർത്തുകയും ചെയ്യണമേ. സഹോദരരെ, ഉദ്ധിതനായ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം. മിശിഹായുടെ സമാധാനം നിങ്ങളോട് കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഏപ്രിൽ 3 രാവിലെ 11 മണിക്ക് നാമപത്രിക സമർപ്പിക്കുമെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന കാര്യങ്ങൾ വിലയിരുത്തി ജനങ്ങൾക്ക് ജോയ്സ് ജോർജിന് വോട്ട് ചെയ്യുമെന്നും ജോയ്സ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ചിട്ടയോടെ പുരോഗമിക്കുന്നതായും CV വർഗീസ് കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ നോമിനേഷൻ 3-ാം തീയതിയാണ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ ചെറുതോണിയിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള നേതാക്കന്മാരായിട്ടുള്ള എല്ലാവരും ഒത്തുചേർന്ന് കുടുംബസമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എല്ലാവരും കേന്ദ്രീകരിക്കും. അതിനുശേഷം LDF കൺവീനർ KK ശിവരാമൻ, CPIയുടെ ജില്ലാ സെക്രട്ടറി സരികുമാർ, ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ, ജോസഫ് പാലത്തുകാൽ, അനിൽ പൂപ്ലാവൻ ഉൾപ്പെടെയുള്ള LDF നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നോമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള നേതാക്കന്മാരുടെ പ്രോഗ്രാം അനുസരിച്ച് 3-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്നുണ്ട്. രാവിലെ 11 മണിക്ക് കോതമംഗലത്തും, 3 മണിക്ക് രാജാക്കാടും, 5 മണിക്ക് കട്ടപ്പനയും. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജീവമായി മുന്നേറ്റത്തിലാണ്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജോയ്സ് ജോർജിന് ജയിച്ചു വരാൻ കഴിയുന്ന എല്ലാവിധമായ സാഹചര്യമുണ്ട്. ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചിട്ടയാർന്ന പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്തിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ഹരിത ചെക്ക് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന് ആവശ്യം. ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹരിത ചെക്ക് പോസ്റ്റിനായി സൗകര്യം ക്രമീകരിച്ചത്. നേര്യമംഗലം വനമേഖലയിലടക്കം മാലിന്യങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്.
ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു നേര്യമംഗലത്തിന് സമീപവും ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കാനുള്ള ക്രമീകരണം ഒരുക്കിയത്. പക്ഷേ ക്രമീകരണം ഒരുക്കിയതല്ലാതെ ഹരിത ചെക്ക് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കിയില്ല. വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ പലയിടത്തും പ്ലാസ്റ്റിക് മാലിന്യമടക്കം അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സ്ഥിതിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. വിനോദസഞ്ചാരികളിൽ നിന്ന് തരംതിരിച്ച് മാലിന്യം ശേഖരിക്കുക, മാലിന്യ സംസ്കരണം സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുക, ഇത് സംബന്ധിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യുക തുടങ്ങി വിവിധ കാര്യങ്ങളായിരുന്നു പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത്. പഴയ മൂന്നാറിന് സമീപം ഹരിത ചെക്ക് പോസ്റ്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. നേര്യമംഗലത്തിന് സമീപത്തെ ഹരിത ചെക്ക് പോസ്റ്റ് കൂടി പ്രവർത്തനക്ഷമമാക്കിയാൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് അലക്ഷ്യമായി ഉണ്ടാകുന്ന മാലിന്യ നിക്ഷേപം നിയന്ത്രിക്കാമെന്നാണ് വാദം. ന്യൂസ് ബ്യൂറോ, നേര്യമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയുടെ ലീഡ് ബാങ്കായി SBI ചുമതലയേറ്റു. തൊടുപുഴയിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ഓഫീസിൽ വെച്ച് RBI പ്രതിനിധി മുത്തുകുമാർ M ഉദ്ഘാടനം നിർവഹിച്ചു. സ്വകാര്യ വാഹന വ്യാപാര മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും സംഘടനയായ KL6 ഇടുക്കി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇടുക്കി RT ഓഫീസ് പടിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷകൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടുക്കി LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച കോതമംഗലത്ത് എത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലെ ബോട്ടിംഗ് സെന്ററുകൾ സജീവമാകുന്നു. ബോട്ടിംഗ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ചെങ്കുളം അടക്കമുള്ള സെന്ററുകളിൽ എത്തുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.